മിനിമം കോട്ട് കൊടുക്കുന്ന ആരാണോ അവരുടെ നിന്ന് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഈ മോട്ടറും കസ്റ്റമർ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന ഹൈലൈറ്റ് കാര്യങ്ങൾ എന്താ? ഇപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ ഉള്ളത് ജിനോമാറ്റിക്കിന്റെ BLDC ഇറ്റാലിയൻ മോട്ടറാണ് വിത്ത് ബാറ്ററി ബാക്കപ്പും റീബൗണ്ട് ഫംഗ്ഷൻ ഒക്കെ ഉള്ളതാണ്. അതിന് മെയിൻ ആയിട്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ BLDC ഏറ്റവും പവർ കൺസംഷൻ കുറഞ്ഞത് നോക്കുക. പഴയ പോലെ AC ടൈപ്പ് മോട്ടോഴ്സ് ഒക്കെ വാങ്ങുന്നത് വളരെ ചുരുക്കമാണ്. പിന്നെ ഉള്ളത് ബാറ്ററി ബാക്കപ്പിൻ്റെതാണ്. ബാറ്ററി ഇൻബിൽറ്റ് ബാറ്ററി ബാക്കപ്പ് ഉള്ള ടൈപ്പ്. അതാകുമ്പോൾ നമുക്ക് ഇപ്പൊ നോർമൽ കേസിൽ മാനുവൽ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് അകത്തുനിന്ന് മാനുവൽ തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീടിനകത്തേ കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ പുറത്ത് ആണ് നിൽക്കുന്ന സമയത്ത് കറണ്ട് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പവർ വോൾട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാൻ വേറെ ഇല്ല. അപ്പൊ അങ്ങനത്തെ കേസസിൽ ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണെങ്കിൽ നമുക്ക് അപ് ടു ഒരു 100-150 വരെ ടൈംസ് നമുക്ക് ഓപ്പൺ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 2 വീക്സ് വരെ ഇപ്പൊ നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ നമുക്ക് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ കസ്റ്റമർ എപ്പോഴും ഈ സാധാരണ നോർമലി എന്താ സംഭവിക്കുന്നത് ഇൻഡസ്ട്രിയിലെ ആരെങ്കിലും നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ചെല്ലുന്നു, നിങ്ങൾക്ക് കോമ്പറ്റീറ്ററോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരാൾ ചെന്നിട്ട് ഒരു ഇത് കൊടുക്കുന്നു, കുറച്ച് കൊട്ടേഷനിൽ കസ്റ്റമർ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ചില ഫീച്ചേഴ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല എന്നർത്ഥം അല്ലേ? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ഒന്ന് BLDC അല്ലെങ്കിൽ DC ടൈപ്പ് മോട്ടോഴ്സ് സെലക്ട് ചെയ്യുക. പിന്നെയുള്ള ബാറ്ററി ബാക്കപ്പ് ഓപ്ഷൻസ് ഉള്ളത് നോക്കിയെടുക്കാം. പിന്നെ ഉള്ളതാണ് റീബൗണ്ട് ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ റീബൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസേഴ്സ് വെച്ചിട്ടുള്ളത് മാത്രമല്ല, നമ്മൾ ഇൻ കേസ് ഗേറ്റിനിടയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റീബൗണ്ട് ചെയ്ത് റിട്ടേൺ പോകുന്ന. അപ്പൊ അതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എടുക്കാം. നമ്മളെടുത്തുനിന്നല്ല വേറെ ആരുടെ മോട്ടോഴ്സ് എടുക്കുന്നതാണെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് ഇത്രയും ഐറ്റംസുകൾ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ചെയ്യാന്നുള്ള. കസ്റ്റമർ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയണമെന്ന്. അതെ, ബേസിക് ആയിട്ട് എല്ലാവരും ഇപ്പൊ നോർമൽ കേസിൽ അവര് ഏറ്റവും മിനിമം കോട്ട് കൊടുക്കുന്ന ആരാണോ അവരുടെ നിന്ന് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പൊ അതിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യാൻ നല്ലതാണ്.